ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഏണസ്റ്റ് അക്കാഡമിയുടെ ഗൈഡൻസോട് കൂടി അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നമുക്ക് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളെ എങ്ങനെ മെന്റർ ചെയ്യും, ഇതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ മാസം 15-ാം തീയതിയാണ് നമ്മുടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിളിച്ചത്, കാറ്റഗറി നമ്പർ 528/2023. എനിക്ക് തോന്നുന്നു ഈ വെബിനാറിലുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പോ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, മെയിൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, ഈ ഒരു എക്സാം അതിൽ PSC മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ പർട്ടിക്കുലർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഡിപ്ലോമ സ്റ്റുഡൻസിന്റെ ആബ്സെൻസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും കാൻഡിഡേറ്റ്സ് വേക്കൻസി വരുന്ന കാൻഡിഡേറ്റ്സിലേക്ക് ഡിപ്ലോമ സ്റ്റുഡൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ്, അതാണ് VHSC ഇൻ അഗ്രികൾച്ചർ. അപ്പോ ഇൻ എഫക്ട് നമുക്ക് ഡിപ്ലോമ സ്റ്റുഡൻസിനും VHSC അഗ്രി പഠിച്ച കുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. ഇനി ഡിപ്ലോമ സ്റ്റുഡൻസിന് കൂടാതെ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ, ഓർഗാനിക് അഗ്രികൾച്ചർ, ഡിപ്ലോമ അഗ്രികൾച്ചറും ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചറും ഇവർക്ക് രണ്ടുപേർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ കേട്ട 3 കാറ്റഗറി അല്ലാതെ BSc അഗ്രികൾച്ചറും അതിന് ഹയർ ക്വാളിഫിക്കേഷൻ പോയവർക്കും ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജോബിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ് എന്നുള്ളത്, ദെൻ സിലബസ്, ദെൻ അതിന്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ദെൻ പ്രീവിയസ് ഇയർ എക്സാം അനാലിസിസും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ PSC ആ ഒരു ക്വസ്റ്റ്യന്റെ റീസെന്റ് ട്രെൻഡ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യാം, ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്തത്. എൻ്റെ പേര് ബിൻസീന, ഞാൻ PhD ഗ്രാജുവേറ്റ് ആണ്, അഗ്രികൾച്ചറൽ എൻഡമോളജി. ഇപ്പോൾ കറന്റ്ലി ടെമ്പററി ആയിട്ട് കോളേജ് ഓഫ് അഗ്രികൾച്ചർ പഠനക്കാടിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മള് ജോബിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, അതിന്റെ എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആണ്, അതൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 to 63,700 ആണ്. ഇപ്പോ ഒരു അസിസ്റ്റന്റിനോട് നിങ്ങൾക്ക് സംസാരിക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഈ 27,900 എന്ന് പറയുന്നത് അതിന്റെ ഒരു PF കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു 24,000 ആയിട്ടായിരിക്കും വരുന്നത്. 24 or 25 ആ ഒരു റേഞ്ചിലായിരിക്കും കയ്യിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ആന്റിസിപ്പേറ്റഡ് പറയുന്ന ഒരു വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന് മുന്നേ ഒരു മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 358ഓളം അഡ്വൈസ് പോയി പോസ്റ്റിംഗ് നടന്നിട്ടുള്ള ഒരു കാറ്റഗറിയും കൂടെയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. നമുക്കറിയാം ഓരോ കൃഷിഭവനിലും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വാർഡിന്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്പർ ഓഫ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് കൂടാറുണ്ട്. ചില പഞ്ചായത്തുകളിൽ 2 ആയിരിക്കും, ചില പഞ്ചായത്തുകളിൽ 3 ആയിരിക്കും. അപ്പം നമുക്കറിയാം ടോട്ടൽ നമ്മുടെ കേരളത്തിൽ എടുക്കുമ്പോൾ പഞ്ചായത്തിന്റെ എണ്ണം മോർ ദാൻ 1000 ആണ്, 1000+ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി 358ഓളം ആൾക്കാർ അപ്പോയിന്റഡ് ആയി, പിന്നെ നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഈ 388 എന്ന് പറഞ്ഞാൽ ദേ ആർ ഫ്രഷേഴ്സ്, നമ്മളെ പോലെ അധികം ഏജ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇനി ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്, സീനിയേഴ്സ് ആണ്. അപ്പൊ അവര് റിട്ടയർ ആവുന്ന ഒരു വേക്കൻസിയാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ 1000+ വരുമ്പോഴത്തേക്ക് ഒരു മിനിമം 2 എന്നുള്ള രീതിയിൽ നമ്മൾ അഗ്രി അസിസ്റ്റന്റിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 2000 വേക്കൻസിയാണ് മൊത്തത്തിൽ വരുന്നത്. അതിലിപ്പോ ഓൾറെഡി 358 പേര് ഫ്രഷേഴ്സ് കയറി കഴിഞ്ഞു. പിന്നെ ഒരു 1500 പേരോളം സീനിയേഴ്സ് വരുന്നുണ്ട്. ഇനി ഒരു റീസെന്റ് നമുക്കറിയാലോ നമ്മുടെ PSCന്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷം വരെ ആ ലിസ്റ്റ് കിടക്കും. ഈ 3 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരു മാക്സിമം ഒരു 300നും അല്ലെങ്കിൽ 250-300ന്റെ ഉള്ളിലുള്ള ഒരു വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവിടുത്തെ പ്രൊമോഷനും മാസ് റിട്ടയർമെന്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട്.
ഇനി നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്നത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ്. ഈ ഗ്രേഡ് 2 പോസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് ഗ്രേഡ് 1ലേക്ക് മാറാറുണ്ട്. അത് 8 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് 1ലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ടഡ് ആയി മാറുന്നത്. ഇനി 15 വർഷം കഴിയുമ്പോൾ ഈ ഗ്രേഡ് 1ൽ നിന്ന് നമ്മൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ AAO എന്ന് പറയും, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നമ്മൾ അഗെയിൻ എന്ത് ചെയ്യും, പ്രൊമോഷൻ വന്നിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഈ ഒരു ജോബിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, BSc അഗ്രി ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കാണിക്കുക ഇൻഎലിജിബിൾ എന്നായിരിക്കും. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2 കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ, 2 നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പൊ അത് ജസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദെൻ ഇക്വലൻസി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. ആ ഇക്വലൻസി എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഏതിലേക്ക് അപ്ലൈ ചെയ്യാം, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ലേക്ക് അപ്ലൈ ചെയ്യാം. ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ PSCന്റെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാല് പിന്നെ നോർമലി നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അറിയാം, ഇപ്പൊ അഗ്രികൾച്ചർ ഓഫീസർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസറിന് നമുക്ക് അത്യാവശ്യം ടൈം കിട്ടി, ആ ഒരു കൊറോണ ടൈമും എല്ലാം കൂടെ ഒക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സോയിൽ കൺസർവേഷൻ ആയാലും കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം വരാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന് നമുക്ക് മോർ ദാൻ 4 മന്ത് കിട്ടും. കാരണം ഫെബ്രുവരി വരെയുള്ള PSCന്റെ കലണ്ടർ നോക്കുമ്പോൾ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ജാനുവരിയും ഫെബ്രുവരിയും കിട്ടും. അപ്പൊ 2 മന്ത്സ് എന്തായാലും നമുക്ക് കമ്പൽസറി ആയിട്ട് കിട്ടും. അപ്പോ പിന്നെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തു, പിന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് വന്നു, എല്ലാമൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൂടെ എടുക്കും. അപ്പോൾ എന്തായാലും ഒരു മോർ ദാൻ 3 or 4 മന്ത്സ് നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റും ഒരു എക്സാമും കൂടെയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ല സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് ഇത്. ഓക്കെ. അപ്പം ഇതിന് മുന്നത്തെ പ്രീവിയസ് ഇയർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞാല് 2016 അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ലേക്ക് വിളിച്ചു. പക്ഷെ എക്സാം കണ്ടക്ട് ചെയ്തത് 2020 ആ 2020 കണ്ടക്ട് ചെയ്തു. റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ അനുപാതത്തിലാണ് ഈ 23 വരെ അഗ്രി അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് കിടന്നതും അപ്പോയിന്റ്മെന്റ് 359 അപ്പോയിന്റ്മെന്റ് നടക്കുകയും ചെയ്തത്. ഓക്കെ. അപ്പം നോർമലി അറിയാം, ഒരു ലിസ്റ്റ് തീരുമ്പോ ആ ഒരു കാലാവധിയിലായിരിക്കും അടുത്ത വീണ്ടും എക്സാം PSC പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാം പബ്ലിഷ് ചെയ്തു വന്നത്. ഇനി 2016 അല്ലെങ്കിൽ 2016 വിളിച്ചു, 20 എക്സാം നടത്തി. അതിനുശേഷം ഇത് ജനറൽ എക്സാം ആയിരുന്നു, ജനറൽ കാറ്റഗറി, എല്ലാവർക്കും ഒരുപോലെ എക്സാം എഴുതാൻ പറ്റുന്നതായിരുന്നു 2016 വിളിച്ചത്, 2020 എക്സാം നടന്നത്. ഇനി 2022 സ്പെഷ്യൽ കാറ്റഗറി SC ST സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ഒരു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ എഫക്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഒന്ന് ഈ SC STന്റെ സ്പെഷ്യൽ കാറ്റഗറിയിലോട്ട് നടന്ന അഗ്രി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും, നെറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതർവൈസ് അല്ലെങ്കിൽ നമ്മൾ ഏണസ്റ്റ് അക്കാഡമി എന്തായാലും നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ നമ്മൾ പ്രീവിയസ് ഇയർ എക്സാം പേപ്പേഴ്സിന്റെ ഒരു ഡിസ്കഷൻ സെഷനും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ട ഒരു സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് താഴേക്ക് വരാം. പിന്നെ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റില് കാറ്റഗറി വൈസിൽ എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട് എന്നാണ്. ഇത് ഓപ്പൺ കാറ്റഗറിയിൽ 300 വരെയും ഈഴവാസിൽ 304, ദെൻ ST ആണെങ്കിൽ 638 റാങ്ക് വരെ പോയിട്ടുണ്ട്. ദെൻ മുസ്ലിംസ് ആണെങ്കിൽ വിത്തിൻ ഓപ്പൺ കാറ്റഗറിയിലാണ് പോണത്. ലാറ്റിൻ കത്തോലിക്ക് 627 വരെ പോയി, OBC 306, ദെൻ വിശ്വകർമ്മ 303, പിന്നെ SIU CN, ദെൻ ഹിന്ദു നാടാർ. മറ്റേത് SIU നാടാറും ഹിന്ദു നാടാറും. ഇതിൽ 308 472 വരെ പോയി. SC ST ദെൻ LP, അങ്ങനെ ഈ കാറ്റഗറി വൈസ് ആണ് നമ്മുടെ റാങ്ക് പോയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവാം. PSC എക്സാം ഇതുവരെ എഴുതാത്തവരാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരു ആദ്യം ഒരു മാർക്ക് കട്ട് ഓഫ് വെച്ചിട്ട് നമുക്കൊരു ലിസ്റ്റ് വരും. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ എന്ന് വെച്ചാൽ നമ്മൾ 2016 വിളിച്ച് 20 നടത്തിയ എക്സാമിന്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 71.33 എന്ന് വെച്ചാൽ ഒരു 70-72 റേഞ്ചിലായിരുന്നു നമ്മുടെ കട്ട് ഓഫ് വന്നത്. മോസ്റ്റ്ലി ആദ്യത്തെ റാങ്കിൽ വന്നവരെല്ലാരും ഈ 70ക്കും 65-നും ഇടയിൽ, പിന്നെ താഴേക്ക് വരുമ്പോൾ 65 to 50 ആ ഒരു റേഞ്ചിലാണ് എക്സാം മാർക്ക് നിന്നത്. അത്യാവശ്യം നല്ലൊരു രീതിയിൽ നടത്തിയ ഒരു എക്സാമും കൂടെയാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അധികം സിമ്പിൾ അല്ല, എന്നാൽ അധികം ടഫും അല്ല എന്ന ഉള്ള രീതിയിൽ നടത്തിയൊരു എക്സാമും കൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ഈ 70 എന്ന് പറയുന്ന ആ ഒരു കഴിഞ്ഞ എക്സാമിലെ 70 ആയിരിക്കാം മേ ബി ചിലപ്പോ ഇത്തവണ എന്ത് വരുന്നത്, ഏറ്റവും ലോവസ്റ്റ് വരുന്നത്. കാരണം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഹയർ റാങ്കിന് സെക്യൂർ ചെയ്യാൻ പറ്റിയ മാർക്ക് 70-72 ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ 70ക്കും 72നും എബോവ് പോവാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് എപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്ത് വേണം ഓരോ ചാപ്റ്ററും പ്രിപ്പയർ ചെയ്യാനും, ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനും, ഓരോ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യാനും. ഓക്കെ, അപ്പോ നമുക്ക് ഓൾറെഡി സിലബസ് സെക്ഷൻ നമ്മൾ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു സിലബസ് സെക്ഷൻ ഏണസ്റ്റ് അക്കാഡമിന്റെ സൈറ്റിൽ, നമ്മുടെ യൂട്യൂബിന്റെ ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് പോവാം. നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും അഗ്രിന്റെ ഫീൽഡിൽ നിൽക്കുന്നവരാണ് കൂടുതൽ പേരും ഉള്ളത്. കൂടാതെ VHSC അഗ്രി പഠിച്ചവരും കുറച്ച് ഫെമിലിയറൈസ്ഡ് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സിലബസ് വന്നിരിക്കുന്നത് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചറും, ഈ രണ്ട് പൊസിഷന്റെ സിലബസ് ബേസിസിലാണ് നമ്മുടെ ഇപ്പോഴത്തെ PSC എക്സാം സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സും ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറും ഓർഗാനിക് അഗ്രികൾച്ചറും. എനിക്ക് തോന്നുന്നു ഓർഗാനിക് അഗ്രികൾച്ചറിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇത്തവണ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സെഷൻസ് ഒന്നും ഒരിക്കലും കളയാതെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കറിയാം, നമ്മുടെ അഗ്രികൾച്ചർ സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ സബ്ജക്റ്റുകളുണ്ട്. അഗ്രോണമി, ദെൻ സോയിൽ സയൻസ്, pathology, entomology, horticulture, genetics, breeding, then seed technology, then economics, then extension. അങ്ങനെ 10-ലധികം സബ്ജക്റ്റ് വരുന്നുണ്ട് നമുക്കിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിലബസിൽ. അഗ്രോണമിയിൽ നമുക്കറിയാം ജനറൽ ആയിട്ടുള്ള ക്രോപ്പ്, അതിന്റെ ക്രോപ്പിംഗ് സിസ്റ്റം, ക്രോപ്പിംഗ് പാറ്റേൺ, ദെൻ അതിന്റെ എന്താണ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, ഇറിഗേഷൻ സിസ്റ്റം, വാട്ടർ മാനേജ്മെന്റ്, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ അഗ്രോണമിയിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് ക്രോപ്പിന്റെ ടെക്നിക്സ്, ക്രോപ്പ് എങ്ങനെ നടണം, അപ്പൊ ക്രോപ്പിംഗ് പാറ്റേൺ, ക്രോപ്പിംഗ് സിസ്റ്റം, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ദെൻ വീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സെക്ഷൻ ഉണ്ട്. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കുറച്ച് സെഷൻസ് ആണ്. ദെൻ വരുന്നത് നമ്മുടെ ഇറിഗേഷൻ സെഷൻ ഉണ്ട്, ദെൻ ക്രോപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്, ദെൻ ഫാമിംഗ് സിസ്റ്റംസ് ഉണ്ട്, ദെൻ ഡിഫറെന്റ് മെഷീനറീസ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് മെഷീനറീസ്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഗ്രോണമി. ദെൻ സോയിൽ സയൻസ്. ഇപ്പൊ സോയിൽ സയൻസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് സോയിൽസ് പറയും. സോയിൽ സ്ട്രക്ചർ, സോയിൽ ക്യാരക്ടർ, സോയിൽ ഫിസിക്കൽ സ്ട്രക്ചർ, അതിന്റെ സോയിൽ പ്രൊഫൈല്, then different types of soils, different types of clay minerals, then what is the difference between minerals, rocks. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുക, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ ഒരു ആദ്യത്തെ ഇത്രയും പോർഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ അഗ്രി ഡിപ്ലോമയിലായാലും ഓർഗാനിക്കിലായാലും പഠിക്കും. പക്ഷേ BSc-ക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദാ ഇവിടെ നോക്കാം, ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ഇത് നമ്മൾ കുറച്ച് അത്ര വലിയ ഫെമിലറൈസ്ഡ് ആയിരിക്കില്ല. അപ്പൊ ഈ ഒരു സെഷൻ നോക്കുക, ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ടൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, ഓർഗാനിക് ഈ ഓർഗാനിക് മാനുവേഴ്സ്, ബൾക്കി ഓർഗാനിക്, അപ്പൊ ഇതൊക്കെ നമ്മൾ മീൻസ് ഓൾറെഡി പഠിച്ചതായിരിക്കും. പക്ഷേ ഈ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ദെൻ ഇവിടെ ഓർഗാനിക് ഫാമിംഗ് മൂവ്മെന്റ്, നാഷണൽ ആൻഡ് റീജിയണൽ ഓർഗാനിക് ഫാമിംഗ്, ദെൻ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, ഈ ഒരു പോർഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്നാൽ മാത്രമേ
നമുക്ക് കുറച്ചുകൂടെ സ്ട്രാറ്റജി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് എന്നുള്ളൊരു പോയിന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ. അടുത്തൊരു പാർട്ടാണ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ. ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ അഗ്രികൾച്ചറൽ എൻഡമോളജിയും അഗ്രികൾച്ചറൽ പത്തോളജിയാണ് വരുന്നത്. എൻഡമോളജിയിൽ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഇൻസെക്റ്റിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായിരിക്കും, ജനറൽ ആയിട്ട് പറഞ്ഞു പോവാം. ഇതിൽ മെയിൻ ആയിട്ട് ടോപ്പിക്സ് വരുന്നത് മോർഫോളജി, ദെൻ അനാട്ടമി, ദെൻ സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ടാക്സോണമി, ദെൻ ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആൻഡ് ദെയർ മാനേജ്മെന്റ്, IPM കൺസെപ്റ്റ്, then what are the different equipments used in എന്താണ് അഗ്രികൾച്ചർ, എന്താണ് പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ, ഏതൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കുറച്ചല്ല, അത്യാവശ്യം കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എൻഡമോളജി. കാരണം നിങ്ങൾ മാർക്ക് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മാർക്ക് വൈസ് കിട്ടിയത് എൻഡമോളജിക്ക് ഒരു 15 മാർക്കോളം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡ്, നമ്മുടെ കഴിഞ്ഞ PSC ഒക്കെ നോക്കുകയാണെങ്കിൽ 15 പോയിട്ടില്ല, ഒരു 10ന്റെ ഉള്ളിലൊക്കെ ക്വസ്റ്റ്യൻസ് വെച്ച് നിർത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ലേറ്റസ്റ്റ് താഴോട്ട് വരുമ്പോൾ പറയാം. നെക്സ്റ്റ് പ്ലാൻ പത്തോളജി. പ്ലാൻ പത്തോളജി ഇതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ്, ദെൻ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ മറ്റേ ട്രയാങ്കിൾ ഒക്കെ പഠിച്ചിട്ടില്ലേ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഹോസ്റ്റ്, പാത്തോജൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ പത്തോജൻസ് വരുന്നത്, ബാക്ടീരിയ, വൈറസ്, ദെൻ ഫൈറ്റോപ്ലാസ്മ, ആൽഗെ, വൈറോയിഡ്സ്. അപ്പം കടങ്കടാങ് ഡിസീസസ്, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ചു കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പത്തോളജി. ദെൻ ഇവിടെയും നമ്മൾ മാനേജ്മെന്റ് ആസ്പെക്ട് പഠിക്കുന്നു. ദെൻ ടിപ്പിക്കൽ ആയിട്ടുള്ള സിംറ്റംസ്, അതിന്റെ മാനേജ്മെന്റ് ഇൻ ഡിഫറെന്റ് ക്രോപ്സ്, കേരള കണ്ടീഷനിലുള്ള ഡിഫറെന്റ് ക്രോപ്സ്, അതാണ് പത്തോളജി ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗിസൈഡ്സ്, ബാക്ടീരിയസൈഡ്സ്, അതൊക്കെ. നെക്സ്റ്റ് സെക്ഷൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ പ്ലാൻ ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം കുറെ അധികം ടേംസ് നമുക്കറിയാം, നോർമലി അത്യാവശ്യം എല്ലാവർക്കും ഒരു ടഫായിട്ട് വരുന്ന ഒരു സബ്ജക്ട് കൂടെയാണ് പ്ലാൻ ബ്രീഡിങ്ങും ജെനറ്റിക്സും. അപ്പൊ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ഡിഫറെന്റ് ബ്രീഡിംഗ് മെത്തേഡ്സ്, സെൽഫ് പോളിനേറ്റഡ് ക്രോപ്സ് ഉള്ളത്, ക്രോസ് പോളിനേറ്റഡ് ക്രോപ്സ് ഉള്ളത്, ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള വേറൊരു പാർട്ടാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മൈക്രോ പ്രൊപ്പഗേഷനിൽ നമ്മുടെ ടിഷ്യൂ കൾച്ചർ മീഡിയന്റെ പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഗ്രി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി തന്നെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പറയാനുള്ള ഒരു കാര്യമാണ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. കാരണം ഇപ്പം പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈവൻ ദോ 2016 വിളിച്ച് നടത്തിയ എക്സാമിന്റെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സീഡ് ടെക്നോളജിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ 2022 അഗ്രി അസിസ്റ്റന്റ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുക, മോർ ദാൻ 8 ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കുക, നമ്മള് നേരത്തെ പറഞ്ഞില്ലേ 15 മാർക്കാണ് എൻഡമോളജിക്കും പത്തോളജിക്കും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് കുറച്ചുകൊണ്ട് സീഡ് ആൻഡ് സീഡ് ടെക്നോളജിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ അവർ കൂട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ എക്സാം എഴുതിയവർക്കായാലും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതിയവർക്കായാലും അത്യാവശ്യം ഐഡിയ ഉണ്ടായിരിക്കും സീഡും സീഡ് ടെക്നോളജിയും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ AO എക്സാമിന്റെ ഒരു സ്ട്രാറ്റജി തന്നെ, ആ ഒരു റാങ്ക് എങ്ങനെയാണ് സ്ട്രാറ്റജി വന്നത് തന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ ബേസിലായിരുന്നു. കാരണം അധികം ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടെ ആയിരുന്നു സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. പക്ഷേ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിലെ ഈവൻ ഈച്ച് ആൻഡ് എവറി വേർഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിഫറെന്റ് ഏജൻസീസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഉപ്പോവ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഡിഫറെന്റ് സ്റ്റേറ്റ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ്, ദെൻ സീഡ് ആക്ട്, സീഡ് ബില്ല്, സീഡ് അമെൻമെന്റ് ബില്ല്, അങ്ങനെ അത്യാവശ്യം എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മൊഡ്യൂൾ കൂടെയാണ്, സബ്ജക്ട് കൂടെയാണ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. കൂടാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് മാറി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും സീഡ് ആൻഡ് സീഡ് ടെക്നോളജി എന്ന് കഴിഞ്ഞ AOയ്ക്കും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് ഹോർട്ടിക്കൾച്ചർ. ഇപ്പൊ ഹോർട്ടിക്കൾച്ചർ ആകുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ഓർമ്മിക്കുക ഒരു ക്രോപ്പ്, ഇപ്പം ഡിഫറെന്റ് ഫാമിലീസ് ഓഫ് ക്രോപ്സ്, അതിന്റെ ജനറൽ ഫീച്ചേഴ്സ്, ദെൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് പ്രൊപ്പഗേഷൻ മെത്തേഡ്, ട്രെയിനിങ്, ലെയറിംഗ്, പ്രൂണിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡിങ്. ഓക്കെ, അങ്ങനെ
അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഹോർട്ടിക്കൾച്ചർ. എല്ലാ പോർഷൻസും മൊഡ്യൂൾസും പഠിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, പഠിക്കുമ്പോൾ ഈ സിലബസ് കയ്യിൽ എടുത്ത് വെച്ച് തന്നെ പഠിക്കുക. ഓരോ ടോപ്പിക്കും ഏതാണെന്ന് തന്നെ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോണം. വൈഡ് ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്. അപ്പൊ നമ്മള് പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ ട്രിക്കി ആയിട്ട് പഠിക്കുക. ഓക്കെ, കുറച്ച് ട്രിക്കി ആയിട്ട് തന്നെ പഠിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രിക്കി ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, ദെൻ ഹോർട്ടിക്കൾച്ചറിൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷൻ ഫ്ലോറിക്കൾച്ചർ. ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ AOയ്ക്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനും വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കിയ ക്വസ്റ്റ്യൻ അറിയാം, ഡിഫറെന്റ് എന്താണ് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഹെർബ്സ്, ഷ്രബ്സ്, അതൊക്കെ ഏത് സയന്റിഫിക് നെയിം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. കളർ, ലീഫ് കളർ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓർക്കിഡ്, ആന്തൂറിയം, അതിന്റെയൊക്കെ ഡിഫറെന്റ് മെത്തേഡ്സ്, ഗ്രാഫ്റ്റിംഗ്, അതിലെ പെസ്റ്റ്, അതിലെ ഡിസീസസ്. അത്യാവശ്യം ഫ്ലോറിക്കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഹോർട്ടിക്കൾച്ചറിൽ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് ഫ്ലോറിക്കൾച്ചർ. നമ്മുടെ POP എടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കവർ ചെയ്യാനും പറ്റും POP. അതൊക്കെ ഞാൻ ലേറ്റസ്റ്റ് നമുക്ക് ബുക്സിന്റെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോക്കുക, ഇവിടെയും മൈക്രോ പ്രൊപ്പഗേഷൻ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നു. അപ്പൊ മൈക്രോ പ്രൊപ്പഗേഷന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ പിന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ്, ദെൻ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ദെൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഫിസിയോളജീന്റെ പാട്ടും കൂടെ, പ്ലാൻ ഫിസിയോളജീന്റെ പാട്ടും കൂടെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ C4 പ്ലാന്റ്സ്, C3 പ്ലാന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു ഹോർട്ടിക്കൾച്ചർ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാലും നോർമലി പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്കണോമിക്സ് ആയാലും എക്സ്റ്റൻഷൻ ആയാലും വളരെ കുറച്ച്, ഒരു 3-4 ക്വസ്റ്റ്യൻസിലൊക്കെ നിന്നിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു എക്കണോമിക്സ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 8 ക്വസ്റ്റ്യനോളം നമുക്ക് പ്രതീക്ഷിക്കാം പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് എക്കണോമിക്സ്. കഴിഞ്ഞ AO ആയാലും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കാണാം പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ദാറ്റ് മീൻസ് എൻഡമോളജി, പത്തോളജിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡ്രാസ്റ്റിക് ആയിട്ട് അവർ കുറച്ചിട്ട് സീഡ് ടെക്നോളജി, എക്കണോമിക്സ്, എക്സ്റ്റൻഷൻ, ഈ 3 സബ്ജക്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലെവൽ ഓഫിലാണ് അവർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആ ഒരു സെഷൻ. ഈവൻ എക്കണോമിക്സിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ദെൻ അസർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ഒരു PSCന്റെ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫ് ആക്കിക്കൊണ്ട് വളരെ കുറച്ച് പേരെ എടുക്കുക. ആ ഒരു ലെവലിലാണ് അവര് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എക്കണോമിക്സിൽ തന്നെ നോക്കുക, നമ്മൾ ജനറലി ഫണ്ടമെന്റൽസ് ആയിട്ട് പഠിക്കുന്ന എന്താണ് യൂട്ടിലിറ്റി, പ്രൈസ്, കോസ്റ്റ്. ഈ പ്രൈസ് കോസ്റ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കുറച്ച് ലോസ് ഉണ്ട്, കുറച്ച് ഗ്രാഫുകളുണ്ട്. ദെൻ പ്രൊഡക്ഷൻ കർവ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു എക്കണോമിക്സ്. പക്ഷെ ഇതാ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു ടോപ്പിക് വരുന്നുണ്ട്, മാർക്കറ്റിംഗ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസേഴ്സ്, ഗ്ലോബൽ റിവ്യൂ, opportunities and constraints in marketing channels and agencies. ഓർഗാനിക് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. താഴേക്ക് നോക്കുക, സർട്ടിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് പ്രോഡക്ട്സ്, ഓർഗാനിക് ഫുഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഇന്ത്യ, then what are the important agencies for organic certification in India and also in Kerala. അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻഡോസെർട്ട്, ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇൻഡോസെർട്ട്, അതുപോലെ ഡിഫറെന്റ് സ്കീംസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഓർഗാനിക് പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ ഓരോ സ്കീം എന്താണ്, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രീവിയസ് നമ്മുടെ 2022 നടന്ന അഗ്രി അസിസ്റ്റന്റിൽ മോർ ദാൻ 5 ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആ ഒരു പോർഷൻ പഠിക്കുക. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക്സിന്റെ അത്ര ചോദിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ടീച്ചിങ് മെത്തേഡ്സ്, ദെൻ എന്തൊക്കെയാണ് ഡിഫറെന്റ് നമ്മുടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ 1926-24 മുതൽ
ഇതുവരെ നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസ്, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ടീച്ചർ, നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് ഈ ഒരു ഏണസ്റ്റ് അക്കാഡമി വരെ മെന്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരും. ഒരു പോർഷൻ പോലും മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ ഓഫിൽ നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, അപ്പൊ നമ്മൾ പറഞ്ഞു ടോട്ടലി ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓരോ സബ്ജക്ട് വൈസും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ ഇത്രയും സെഷൻസ് വരുന്നുണ്ട്. ഈ ഓരോ സെഷനും നമ്മൾ ഒരു 5 to 6 ക്ലാസ്സസ് വരെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ മോർ ദാൻ ഒരു 82 hours ക്ലാസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ പുറമെ ഈ ഓരോ സെഷനും കൂടാതെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു 4 സെഷനും, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു അഗ്രി റിലേറ്റഡ് എക്സാമിന്റെ ഒരു എന്ത് പറയാം, ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൈബിൾ ആയിട്ട് കയ്യിൽ പിടിക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് പാക്കേജ് ഓഫ് പ്രാക്ടീസ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും. ഇൻ കേസ് ഇനിയിപ്പോ മേടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഓൺലൈനിൽ കയറി കെയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ കയ്യിൽ വെക്കുക. എന്റെ ഒരു സജഷൻ പറയുവാണ് എങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ കയ്യിൽ വെച്ച് പഠിക്കുക. അതിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്കൊരു മോർ ദാൻ എനിക്ക് തോന്നുന്നു ഒരു 50% ഈ പറഞ്ഞ നമ്മൾ പല പല സബ്ജക്റ്റിലായിട്ട് കവർ ചെയ്യുന്ന പോർഷൻസിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും POP നിന്ന് തന്നെ കിട്ടും. അപ്പൊ ഈ POP-യിൽ നിങ്ങളെ എന്താ ചെയ്യാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 സെഷൻ വെക്കുന്നുണ്ട്. ആ സെഷന്റെ പേരാണ് POP ചാമ്പ്യൻ സെഷൻ. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ സബ്ജക്റ്റിനും നമ്മൾ 5 മുതൽ 6 അത് നമ്മളെ ആ ഒരു ഓരോ ടോപ്പിക്കിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് 5 മുതൽ 6, അതുപോലെ ചില സബ്ജക്റ്റുകൾക്ക് 3 മുതൽ 4 സെഷൻസ് അറേഞ്ച് ചെയ്യും. ഈ ഓരോ സെഷന്റെയും ലാസ്റ്റില് നമ്മൾ ടെസ്റ്റുകൾ വെക്കും. എല്ലാ ദിവസവും നമുക്ക് എന്നൊക്കെ ക്ലാസ് വെക്കുന്നോ അന്നത്തെ ക്ലാസ്സിലെ ആ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 മുതൽ 20 ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് നടത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ ഒരു 35 ടെസ്റ്റ് തന്നെ, സെഷൻ ടെസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഓരോ വീക്കിലി കവർ ചെയ്ത മൊത്തം പോർഷൻ വെച്ച്, കംപ്ലീറ്റ് പോർഷൻസ് വെച്ചിട്ട് ഒരു വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു 4 മാസം എന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് അത് ഒരു 20 സെഷനും, അതുപോലെ മന്ത്ലി ടെസ്റ്റ് ഒരു 4 or 5 സെഷനും നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യും. ഇതിന് കൂടാതെ നമ്മൾ 2 മെഗാ ടെസ്റ്റും 2 മാസം കൂടുമ്പോൾ ഒരു 2 മെഗാ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ കൂടെ നിങ്ങൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ആവും. അത്യാവശ്യം ഒരുവിധം എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ, ഏതൊക്കെ പോർഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ പോർഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ട്രെൻഡ്, അത് മാത്രമല്ല, കൂടാതെ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള PSC ഒരു എക്സാമിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വരാൻ പോകുന്ന അഗ്രി അസിസ്റ്റന്റ് കഴിഞ്ഞ അഗ്രി അസിസ്റ്റന്റ് പോലെ ആവണം എന്നില്ല. അപ്പോ ആ ഒരു സ്ട്രാറ്റജി മനസ്സിൽ വെച്ച് വേണം പ്രിപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു ടൈപ്പ് ഇവിടെ ഇട്ടത്. നമുക്കൊരു ബേസിക് ക്വസ്റ്റ്യൻ ഒരു 55% ബേസിക് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ 100 ക്വസ്റ്റ്യനിൽ ഒരു 55 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സബ്ജക്റ്റ് ആയാലും POP ആയാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത്യാവശ്യം എല്ലാവർക്കും ഒരുവിധം പഠിച്ച എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോ ഒന്നുകിൽ നമുക്കത് ഹെർബിസൈഡ് പെസ്റ്റിസൈഡ് കാൽക്കുലേഷൻ എന്ന് ജനറൽ ആയിട്ട് പറയാം. ഒന്നുകിൽ അത് ഇൻസെക്ടിസൈഡ് കാൽക്കുലേഷൻ ആവാം, അല്ലെങ്കിൽ ഫംഗിസൈഡ് കാൽക്കുലേഷൻ ആവാം, അല്ലെങ്കിൽ വീഡിസൈഡ് ഹെർബിസൈഡ് കാൽക്കുലേഷൻ ആവാം, അല്ല എങ്കിൽ ഏതാണ് നമ്മുടെ സോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ടോട്ടൽ അവൈലബിൾ സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം കമ്പോണന്റ് സോയിൽ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാം. അല്ല എങ്കിൽ എന്താണ് നമ്മുടെ അഗ്രോണമിയിൽ വാട്ടർ യൂസ് എഫിഷ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻസ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ആ അതിന്റെ ഒരു ബേസിൽ ഒരു 5% നമുക്കൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ വി ക്യാൻ എക്സ്പെക്ട്
എക്സ്പെക്ടേഷൻ ആണ് ഈ പറയുന്നത്. ദെൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറഞ്ഞു, പഴയ ക്വസ്റ്റ്യൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2022 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആകെ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു 8% വരെ, 8 മുതൽ 10% വരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂംഷൻ ചെയ്യുന്നത് ഈ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും ആയിരിക്കും. അപ്പോൾ ജനറലി ഒരു 10 to 15% ക്വസ്റ്റ്യൻ നമുക്ക് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യന്റെ ആ ഒരു റേഞ്ച് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം ബേസിക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യുവാണ് എങ്കിൽ അതിന്റെ ടൈം നമുക്ക് ഈ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസിലോട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10% ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ പറഞ്ഞ 70-71 എന്ന് പറയുന്നത് അത്യാവശ്യം ആ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഈ 65 മുതൽ 70 വരെ പോയേക്കുന്നത് വളരെ കുറച്ചു പേരാണ്. ബാക്കി 65-നും 55-നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ലിസ്റ്റിൽ വന്ന ആൾക്കാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നോക്കുക, 10% ക്വസ്റ്റ്യൻ എന്താണ്? ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ ഏത് പൊസിഷനിലാണ് നമ്മൾ വരുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനൊരു ടഫ് ക്വസ്റ്റ്യൻ ആയാലും ബേസിക് ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ എങ്ങനെ എത്രത്തോളം തറവാവാം, അതായിരിക്കും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്, ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങാം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് കുറച്ച് ബുക്സ് നിങ്ങളുടെ കയ്യിൽ വേണം. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് VHSC കുട്ടികളാണ്, അതുപോലെ തന്നെ ഡിപ്ലോമ കുട്ടികളും. എനിക്ക് തോന്നുന്നു BSc അഗ്രിക്കാർ കുറച്ചുകൂടെ ഇതുമായിട്ട് ഈ ബുക്സുകളുമായിട്ടൊക്കെ ഫെമിലറൈസ്ഡ് ആയിരിക്കും. അതുപോലെ അത്യാവശ്യം ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്ത ആൾക്കാരുമായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ 2 കാറ്റഗറി ഏതാ? ഡിപ്ലോമ കുട്ടികൾ, അത് 2 പേരുണ്ട്, ഡിപ്ലോമ ഇൻ അഗ്രി, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ, ആ 2 പേര്. ദെൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് VHSC അഗ്രി. ഈ 3 സെക്ഷൻ ആൾക്കാര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ബുക്സ് വേണം. ബുക്സ് ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പലരും VHSC കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവാം, ഡിപ്ലോമ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളവരായിരിക്കാം. അപ്പൊ സബ്ജക്ട് നോളജ് വളരെ കുറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മെമ്മറി ലോസ് വന്നിട്ടുണ്ടായിരിക്കും, പുതിയ പുതിയ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് റിക്കളക്ട് ചെയ്ത് പോകണമെങ്കിൽ ഈ പറയുന്ന ബുക്സുകൾ, എല്ലാം എന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ബുക്സുകൾ നിങ്ങൾ മാക്സിമം മേടിച്ചു വെക്കുക. ഫസ്റ്റ് വൺ, പാക്കേജ് ഓഫ് പ്രാക്ടീസ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് ഞാൻ ആ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. 2016 അതിന്റെ എഡിഷൻ വന്നത്. എനിക്ക് തോന്നുന്നു 2023 ലാസ്റ്റോട് കൂടി അടുത്ത പുതിയൊരു എഡിഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു POP നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറിയാം, ഓരോ ക്രോപ്പിന്റെ പ്രൊഡക്ഷൻ ടെക്നിക്ക്, അതിന്റെ നമ്മുടെ KU ഒന്ന് റിലീസ് ചെയ്ത വെറൈറ്റീസ്, ദെൻ ന്യൂട്രിയൻ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പാക്കേജ് ഓഫ് പ്രാക്ടീസ് ആണ്. ഇനി പാക്കേജ് ഓഫ് പ്രാക്ടീസില് ക്രോപ്സിന്റെ കാര്യങ്ങൾ മാത്രമല്ല, കൂടാതെ ഇപ്പോ നമ്മുടെ ക്രോപ്സിന്റെ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീനറീസ്, ദെൻ മഷ്റൂം കൾട്ടിവേഷൻ, ഹണി ബീ കൾട്ടിവേഷൻ, ഹണിബീൻ്റെത്, ദെൻ നമ്മുടെ സിൽക്ക് വേമിനെ കുറിച്ചിട്ടുള്ള കണ്ടന്റുകൾ, ദെൻ വെർമി കമ്പോസ്റ്റിംഗ്, ഡിഫറെന്റ് മാനുവേഴ്സ്, ദെൻ പിന്നെ ഡിഫറെന്റ് നമ്മുടെ പെസ്റ്റിസൈഡ്സ്. ആ പെസ്റ്റിസൈഡ്സിൽ വിത്ത് കളർ കോഡും ട്രേഡ് നെയിമും കെമിക്കൽ നെയിമും, ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു ബുക്കാണ് പാക്കേജ് ഓഫ് പ്രാക്ടീസ്. ഇത് എല്ലാവരും കയ്യിൽ വെക്കുക. നിങ്ങൾ ആദ്യമേ, എന്റെ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, എത്രയും പെട്ടെന്ന് പാക്കേജ് ഓഫ് പ്രാക്ടീസ് വായിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഒരു റിഫ്രഷ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. പിന്നെ ക്ലാസ്സിന് കൂടാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സബ്ജക്ട് നോളജ് കൊണ്ടുവരണം. അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബുക്കാണ് ഫണ്ടമെന്റൽസ് ഓഫ് അഗ്രികൾച്ചർ വോളിയം 1 ആൻഡ് വോളിയം 2, റിട്ടൺ ബൈ അരുൺ കത്യായൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി കുറെ പേരുടെ കയ്യിൽ അരുൺ കത്യായന്റെ ബുക്ക് ഉണ്ടായിരിക്കും. പക്ഷേ
2022 10th റിവിഷൻ വന്നിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് പഴയ ബുക്സ് ഉള്ളവർക്കറിയാം ഹോർട്ടിക്കൾച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ വോളിയം 2 ഹോർട്ടിക്കൾച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി പഴയ എഡിഷനേക്കാളും ഈ പുതിയ എഡിഷനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽസ് ഏത് അഗ്രികൾച്ചർ വോളിയം 1ഉം വോളിയം 2ഉം ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പോ ഈ ഒരു നമ്മുടെ ന്യൂ ഇയർ ഇതൊക്കെ അനുബന്ധിച്ച് എന്തായാലും പ്രൈസ് റിഡക്ഷൻ വന്നിട്ടുണ്ടാവാം. ഇല്ലാത്തവർ മേടിക്കുക. മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടിയാണ്. ഓക്കെ, ഇനി ഓൾറെഡി എന്താണ് സബ്ജക്ട് നോളജ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു 50% സബ്ജക്ട് നോളജ് ഉണ്ട്. ഒന്ന് റിഫ്രഷൻ ചെയ്യണം, കുറച്ചൊന്ന് റിക്കളക്ട് ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് നീംരാജ് സുണ്ടയുടെ എ കോമ്പറ്റിറ്റീവ് ബുക്ക് ഓഫ് അഗ്രികൾച്ചർ. അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു റിഫ്രഷർ എന്ന രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്യുക, അത്യാവശ്യം സബ്ജക്ട് നോളജ് ഉള്ളവർക്ക് റിഫ്രഷിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് കോമ്പറ്റിറ്റീവ് ബുക്ക് ഓഫ് അഗ്രികൾച്ചർ. സബ്ജക്ട് നോളജ് വളരെ കുറവാണ് ഉള്ളവരാണ് എങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് അഗ്രികൾച്ചർ മേടിക്കുക. എന്നിട്ട് സിലബസ് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. ആവശ്യമില്ലാത്ത ടോപ്പിക്സുകൾ ഒഴിവാക്കി തന്നെ രണ്ടിന്നായാലും നീംരാജ സുണ്ടയുടെ ബുക്കിൽ നിന്നായാലും അരുൺ കത്തേന്റെ ബുക്കിൽ നിന്നായാലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ജനറലി പറയുന്ന ബുക്സ്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് വരേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ POP പഠിച്ചു, അല്ലെങ്കിൽ സബ്ജക്ട് നോളജ് എല്ലാം നിങ്ങൾക്ക് കയ്യിൽ കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്, അല്ലെ? നമുക്ക് ഇപ്പൊ ഓൾറെഡി ഒരു നോളജ് ഒക്കെ ഉണ്ട്, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പം ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്ന് ഞാൻ പറയില്ല, ഒരു 2 മാസമൊക്കെ കഴിയുമ്പം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് MCQs അടങ്ങുന്ന ബുക്സുകളാണ്, മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അത് ഓൾറെഡി നമ്മുടെ NS അക്കാഡമി മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റിനും കാര്യങ്ങൾക്കും തരുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ കൂടി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് MCQs അറ്റൻഡ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ 2 ബുക്ക് സജസ്റ്റ് ചെയ്യുന്നു. അതിൽ രണ്ടും ആനന്ദ് പബ്ലിക്കേഷന്റെ ബുക്സ് ആണ്. ഒന്ന് അഗ്രികൾച്ചർ ഓഫീസർ റാങ്ക് ഫയൽ. ഇതാണ് സംഭവം. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ആനന്ദ് പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ ഓഫീസർ റാങ്ക് ഫയല്. ഇതിൽ അത്യാവശ്യം നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു നക്ഷലും കൊടുക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തില് നമ്പർ ഓഫ് MCQs, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓരോ സബ്ജക്ട് വൈസ് കൊടുക്കുന്നുണ്ട്, മിക്സപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് കിട്ടും. അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. യൂസ് ചെയ്തത് കൊണ്ട് അറിയാവുന്നുള്ളത് കൊണ്ട് പറഞ്ഞു തരുവാണ്. ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ POP പഠിച്ചു, ഫണ്ടമെന്റൽസ് പഠിച്ചു കഴിഞ്ഞു, MCQs മാത്രം വർക്ക്ഔട്ട് ചെയ്യണം എന്നാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യേണ്ട 2 ബുക്കാണ് അഗ്രികൾച്ചർ ഓഫീസർ റാങ്ക് ഫയലും അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻ ബാങ്കും. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻസിലെ മിസ്റ്റേക്സ് അപ്പോഴും തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ബുക്ക് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ മേടിക്കേണ്ട 2 ബുക്സ് ആണ്. ഇനി ഇതിൽ അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻ ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് ആനന്ദ് പബ്ലിക്കേഷൻ ആണ്. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ അസോസിയേഷൻ, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്ത് അത്യാവശ്യം നോളജ് ഉള്ള, അത്യാവശ്യം നല്ല എക്സലന്റ് ഫാക്കൽറ്റീസ് എഴുതിയ 2 ബുക്കാണ് അഗ്രികൾച്ചർ ഓഫീസർ റാങ്ക് ഫയലും ക്വസ്റ്റ്യൻ ബാങ്കും. പക്ഷെ കുറെ നോളജസിന്റെ മിസ്റ്റേക്ക്, പ്രിന്റിംഗ് എറേഴ്സ് ഒക്കെ കാരണം കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ റീസെന്റ് എഡിഷൻസിൽ അവർ ഉണ്ടായിരിക്കാം. എന്നാൽ കൂടിയും നിങ്ങൾ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഐഡിയ ഇപ്പൊ പറഞ്ഞു. POP ഒന്നുകിൽ നിങ്ങൾ POP നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സബ്ജക്ട് നോളജിലേക്ക് പോവുക, അല്ലെങ്കിൽ സബ്ജക്ട് നോളജിൽ നിന്ന് POP-യിലേക്ക് പോവുക. അപ്പൊ നമ്മൾ എങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഏണസ്റ്റ് അക്കാഡമി വഴിയിട്ട് ഓരോ സബ്ജക്റ്റിനും നിങ്ങളെ മെന്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ സബ്ജക്ട് നോളജ് ആഡ് ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ പാക്കേജ് ഓഫ് പ്രാക്ടീസ് കൊണ്ടുപോകാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ദിവസത്തില് നിങ്ങൾ ഇപ്പം 1 മണിക്കൂറാണ് നിങ്ങൾ
ഇതിനു വേണ്ടി പ്രിപ്പറേഷന് മാറ്റി വെക്കുന്നത് എങ്കിൽ അതിൽ അരമണിക്കൂർ POPക്കും കൊടുക്കുക, അരമണിക്കൂർ സബ്ജക്റ്റിനും കൊടുക്കുക. ഏത് കൂടാതെ ഏണസ്റ്റ് അക്കാഡമിന്റെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ് കൂടാതെ 1 മണിക്കൂർ സബ്ജക്ട് നോളജിനും കവറപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക, പാക്കേജ് ഓഫ് പ്രാക്ടീസിനും കൊടുക്കുക. എന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ നമ്മൾ ഈ പറയുന്ന ഒരു മെത്തേഡിലേക്ക് ഒരു സ്ട്രാറ്റജി പോകാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ പോവുക. ആ ടൈം മാനേജ്മെന്റ് വെക്കുക. നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്, ഇപ്പൊ 1 അവറിൽ പാക്കേജ് ഓഫ് പ്രാക്ടീസ് ആദ്യം പഠിക്കണോ അല്ലെങ്കിൽ രണ്ടാമത് സബ്ജക്ട് പഠിച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ളതൊക്കെ കറക്റ്റ് രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. ദെൻ സബ്ജക്ട് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പറയുന്നു ചിലപ്പം ഏണസ്റ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് വെച്ചായിരിക്കാം. എന്നാൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക, ആ സബ്ജക്ട് കവറപ്പ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചിലർക്ക് ചില സബ്ജക്ട് ഈസി ആയിരിക്കും, അപ്പോ ആ ഈസി സബ്ജക്റ്റിനെ ഒന്ന് താഴേക്ക് വെക്കുക, ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ ആദ്യമേ കവർ ചെയ്യുക. കാരണം നമ്മൾ ആദ്യമേ ഈസിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എത്തുമ്പോൾ ഒരു മടുപ്പ് വരും. ആ മടുപ്പിൽ ഈ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ടോപ്പിക്സിനെ നമ്മൾ ഇന്റൻഷനലി തന്നെ നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അത് വേണ്ട എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ആണ്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. ആദ്യം ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിന് ആദ്യം എടുക്കുക. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഒരു ഇൻട്രസ്റ്റിൽ ആ ടഫ് പോർഷൻസ് തീർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ താഴേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ടൈം എഫക്റ്റിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ടോപ്പിക്സ് പതുക്കെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒരു ഫ്രസ്ട്രേഷൻ തോന്നത്തില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സെഷൻസിൽ വരുന്ന സെഷൻ ടെസ്റ്റ് നന്നായിട്ട് അപ്പിയർ ചെയ്യുക. സെഷൻ ടെസ്റ്റിന്റെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട. കാരണം അത് ആ ഒരു മണിക്കൂറിൽ നിങ്ങൾ എത്രത്തോളം പെർസീവ് ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷെ ഒരിക്കലും ആ ഒരു ടെസ്റ്റ് കൊണ്ട് നിങ്ങളുടെ നോളജോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലോ നിങ്ങൾക്ക് പോലും അത് അസസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ തലയിൽ ഫീഡ് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ അസസ് ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ആണ് നമ്മുടെ വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും, അത് കൂടാതെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മെഗാ ടെസ്റ്റും. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വീക്ക്ലി ടെസ്റ്റ് ആയാലും മന്ത്ലി ടെസ്റ്റ് ആയാലും കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ മാർക്കോ നിങ്ങളുടെ ഇത് ഒന്നും നിങ്ങൾ ആ ഒരു ടൈമിൽ ടെൻഷൻ ആവരുത്. അല്ലെങ്കിൽ ഞാനൊരു എക്സാമിന് താഴെ പോയി എന്നുള്ളൊരു ടെൻഷൻ ഒന്നും വേണ്ട. അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടെ നോളജ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്ഷൻസ് വേണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് പേപ്പർ ടെസ്റ്റുകൾ നടത്തുന്നത്. അത് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ എങ്ങനെ സബ്ജക്ട് പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം, അതുപോലെ എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ സിലബസ് പ്ലാൻ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു തന്നു. ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സബ്ജക്റ്റിനും ഡിഫറെന്റ് മെന്റേഴ്സിനെ വെച്ചിട്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള മെന്റേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് സെഷൻസ് ആയിരിക്കും. കൂടാതെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, POP ചാമ്പ്യൻ സെക്ഷൻസ് എല്ലാം കവറപ്പ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു സെഷൻസ് ആയിരിക്കും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു കാണിക്കുന്നതില് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നല്ല അധ്യാപകരെ വെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരുന്ന ഒരു അക്കാഡമി കൂടെയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അഗ്രി അസിസ്റ്റന്റിൽ ഏറ്റവും കൂടുതൽ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിട്ട് മുന്നോട്ട് വരിക. ഈ ഒരു അക്കാഡമിന്റെ പേര് നിങ്ങളിൽ കൂടെ ബാക്കിയുള്ളവരിൽ എത്തിക്കുക. ഓക്കെ, താങ്ക് യു.